എടോ വളരെ എളുപ്പത്തിലേ ഈ പിസ്സ ഡോ ഉണ്ടാക്കി കഷ്ടപ്പെടാതൊക്കെ ഒരു പിസ്സ ഉണ്ടാക്കിയാലോ? വളരെ എളുപ്പമാണ്. എന്നാൽ നല്ല ടേസ്റ്റുമാണ്. ഒരു 4, 5 സ്ലൈസ് ബ്രെഡ് മാത്രം മതി. എന്നാൽ അത് എങ്ങനെയാ ഉണ്ടാക്കുന്നത് കണ്ടു നോക്കിയാലോ? അതിനു മുന്നേ ഈ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് കൂടെ ചെയ്തേക്കണേ. കൂടെ കാണുന്ന ബെല്ലൈക്കണിലെ ഓൾ തന്നെ മറക്കാതെ ഒന്ന് അമർത്തിയേക്കണേ. എന്നാൽ ഇത് എങ്ങനെയാ ഉണ്ടാക്കുന്നതെന്ന് എളുപ്പത്തിൽ കണ്ടു നോക്കാം. ഇതുണ്ടാക്കാനേ ആദ്യം ഒരു ബൗൾ ഒന്ന് എടുത്ത് വെച്ച് അതിലേക്ക് ഞാനൊരു 4 സ്ലൈസ് ബ്രെഡ് ഒന്ന് എടുത്ത് വെക്കുന്നുണ്ട്. ഈ 4 സ്ലൈസ് ബ്രെഡ് തന്നെ മതിയാവും ട്ടോ. ഇനി അതിലേക്ക് ഒരു മുട്ട ഒന്ന് പൊട്ടിച്ചൊഴിക്കാം. ഇനി അതിലേക്ക് ഒരു 1/4 കപ്പോളം റവയാട്ടോ ചേർത്ത് കൊടുക്കുന്നത്. ഒരു 1/4 കപ്പ് റവയും കൂടെ ചേർത്ത് കൊടുക്കാം. വീണ്ടും അതിലേക്ക് ഒരു 1/4 ടീസ്പൂണൊക്കെ ബേക്കിംഗ് സോഡയാട്ടോ ചേർത്ത് കൊടുക്കുന്നത്. ഇനി 1 ടീസ്പൂൺ പഞ്ചസാരയും കൂടെ ചേർത്ത് ഒരു 1/4 ടീസ്പൂണൊക്കെ ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1 കപ്പ് പാൽ ഞാൻ എടുക്കുന്നുണ്ട്. അതും കൂടെ അങ്ങോട്ട് ചേർത്ത് കൊടുക്കാം. ഈ പാലും കൂടെ ചേർത്തിട്ട് ഇത് നന്നായിട്ടൊന്നങ്ങ് മിക്സ് ആക്കി എടുക്കണം. നല്ലപോലെ ഒന്ന് കുതിർത്ത് എടുക്കണം ട്ടോ. ഒരു സ്പൂൺ വെച്ച് നന്നായിട്ടങ്ങ് മിക്സ് ആക്കി എടുക്കാം. ഒരുപാട് കഷ്ടപ്പാടൊന്നും ഇല്ലടോ. പെട്ടെന്ന് കഴിയും. എന്നാൽ നല്ലൊരു ടേസ്റ്റുമാണ് കേട്ടോ. കുട്ടികളൊക്കെ സ്കൂൾ വിട്ട് വരുന്ന സമയം നോക്കി നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. പിന്നെ ഇഫ്താറിനൊക്കെ ഇതുപോലെ അങ്ങോട്ട് ഉണ്ടാക്കി കഴിക്കുകയും ചെയ്യാം. ഇതുപോലെ ഒന്ന് മിക്സ് ആക്കിയിട്ടേ ഇതൊരു 15 മിനിറ്റ് ഒന്ന് റെസ്റ്റ് ആക്കാൻ വെക്കാം. ഇപ്പൊ ദാണ്ട് ഒരു 15 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ദാണ്ട് നല്ലപോലെ ഒന്ന് കുതിർന്നൊക്കെ വന്നിട്ടുണ്ട്. ഇനി നമുക്ക് പിസ്സ ഉണ്ടാക്കാനായി തുടങ്ങാം. അതിനായി ഒരു പാൻ ഒന്ന് അടുപ്പത്തേക്ക് വെച്ച് അതിലേക്ക് കുറച്ച് ബട്ടർ ഇട്ട് ഒന്ന് മെൽറ്റ് ആക്കി എടുക്കുന്നുണ്ട്. നിങ്ങളുടെ കയ്യിൽ ബട്ടർ അല്ലെങ്കിൽ നെയ്യ് ചേർത്താലും മതി. ഇതൊന്ന് ചെറുതായിട്ടൊന്ന് ഉരുകി വരുമ്പോഴേക്കും നമുക്ക് എല്ലാ സ്ഥലത്തേക്കും ഇതങ്ങോട്ടങ്ങ് ബ്രഷ് ചെയ്ത് അങ്ങോട്ട് കൊടുക്കാം. പിന്നെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഈ ബട്ടർ ചേർക്കുമ്പോൾ ഫ്ലെയിം കുറച്ച് വെക്കണം. ഞാനിത് ഒഴിച്ചിട്ട് അങ്ങോട്ടൊന്ന് മാറിയപ്പോൾ ചെറുതായിട്ടൊന്ന് കരിഞ്ഞായിരുന്നു കേട്ടോ. അത് കുഴപ്പമില്ല, ടേസ്റ്റ് വ്യത്യാസമൊന്നും വന്നില്ല. ഇനി ഇതിലേക്ക് നമ്മൾ മിക്സ് ആക്കി വെച്ചേക്കുന്ന ആ മിക്സും കൂടെ അങ്ങോട്ട് ചേർത്ത് ഇത് നന്നായിട്ട് അങ്ങോട്ട് നിരത്തി അങ്ങോട്ട് വെച്ച് കൊടുക്കാം. ഇതുപോലെ എല്ലാ ഭാഗത്തും ഈവനായിട്ട് അങ്ങോട്ട് നിരത്തി അങ്ങോട്ട് വെച്ച് കൊടുക്കാം. അത്യാവശ്യം ഒരു റൗണ്ട് ഷേപ്പിലൊക്കെ എടുത്താൽ കൊള്ളാം. ഇതുപോലെ ഒന്ന് ഈ ഷേപ്പിനൊക്കെ ആക്കി ഒന്ന് അങ്ങോട്ട് വെച്ച് കൊടുക്കാം. ഇനി നമുക്കിതൊന്ന് അടച്ചു വെച്ച് ഒന്ന് വേവിച്ചെടുക്കണം. ഒരു 5 മിനിറ്റൊക്കെ ഒന്ന് അടച്ചു വെച്ചാൽ മതിയാവും. അപ്പോഴേക്കും ഇതങ്ങ് സെറ്റ് ആവും കേട്ടോ. ഇപ്പൊ ദാണ്ട് ഒരു 5 മിനിറ്റ് ആയിട്ടുണ്ട്. നമുക്കിതൊന്ന് തുറന്ന് നോക്കാം. ദാണ്ട് നമ്മുടെ ഈ നമ്മൾ അങ്ങോട്ട് ഇട്ട് കൊടുത്ത നമ്മുടെ ബ്രെഡിന്റെ മിക്സ് ഒക്കെ ദാണ്ട് നല്ലപോലെ ഒരു ഭാഗം ഒന്ന് വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇതങ്ങോട്ട് തിരിച്ചിട്ട് കൊടുക്കാം. അതൊരു ടാസ്ക് ആയിട്ടാണ് എനിക്ക് തോന്നിയത്. അതുകൊണ്ട് ഞാൻ 2 സ്പാച്ചിലൊക്കെ വെച്ചിട്ടാണ് ഇത് തിരിച്ചിട്ടത്. ചിലപ്പോൾ ഇത് നടുവീന്ന് അങ്ങോട്ട് മുറിഞ്ഞു പോകാൻ സാധ്യതയുണ്ട് കേട്ടോ. അതുപോലെ വളരെ കഷ്ടപ്പെട്ട് ഞാൻ തിരിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് കുറച്ച് ടൊമാറ്റോ കെച്ചപ്പ് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ കടയിൽ നിന്ന് വാങ്ങിച്ച ഒരു ടൊമാറ്റോ കെച്ചപ്പാട്ടോ ചേർത്ത് കൊടുക്കുന്നത്. വീട്ടിലുണ്ടാക്കിയത് ഇരിപ്പുണ്ടെങ്കിൽ അതാണ് കേട്ടോ ഏറ്റവും ബെസ്റ്റ്. ഇതുപോലെ അങ്ങോട്ട് നന്നായിട്ട് അങ്ങോട്ട് തേച്ച് കൊടുക്കാം. ഇനി നമുക്കൊരു സ്പാച്ചില വെച്ച് ഇത് നല്ലപോലെ എല്ലാ ഭാഗത്തും ആവുന്ന രീതിയിലൊന്ന് അങ്ങ് സ്പ്രെഡ് ആക്കി കൊടുക്കാം. ഇതുപോലെ ഒന്ന് അങ്ങോട്ട് സ്പ്രെഡ് ആക്കി എടുക്കാം കേട്ടോ. ഇനി ഇതിലേക്ക് ഞാൻ കുറച്ച് ഗ്രേറ്റ് ചെയ്ത് വെച്ച മൊസറല്ല ചീസ് ആട്ടോ ചേർത്ത് കൊടുക്കുന്നത്. നിങ്ങളുടെ കയ്യിൽ മൊസറല്ല ചീസ് ഇല്ലെങ്കിൽ വിഷമിക്കൊന്നും വേണ്ട. സാധാ ചീസ് സ്ലൈസ് വാങ്ങിച്ചിട്ട് അതൊന്ന് ഇതുപോലെ കട്ട് ചെയ്ത് അങ്ങ് ഇട്ട് കൊടുത്താൽ മതി. ഇനി അതിന്റെ മുകളിലേക്ക് കുറച്ച് ക്യാപ്സിക്കം താണ്ട് ഇതുപോലെ ഈ ഷേപ്പിലൊക്കെ ഒന്ന് കട്ട് ചെയ്ത് ഒന്ന് അങ്ങോട്ട് നിരത്തി അങ്ങോട്ട് വെച്ച് കൊടുക്കാം. ഇനി ഒരു സവാളയുടെ പകുതിയായിട്ടോ എടുത്തേക്കുന്നത്. അതും ഇതുപോലെ ഈ ഷേപ്പിലൊക്കെ ഒന്ന് കട്ട് ചെയ്ത് ഒന്ന് സൈഡിലൊക്കെ ഒന്ന് അങ്ങോട്ട് വെച്ച് കൊടുക്കാം. നിരത്തി അങ്ങോട്ട് വെച്ച് കൊടുക്കാം. അതുപോലെ ഒരു തക്കാളി എടുത്തിട്ട് അതിനകത്ത് ആ സീഡ്സ് ഒക്കെ ഒന്ന് കളഞ്ഞിട്ട് അതും ഇതുപോലെ ഒന്ന് അരിഞ്ഞെടുത്ത് നമുക്ക് എല്ലാ ഭാഗത്തേക്കും ഒന്ന് അടുക്കി അങ്ങോട്ട് നിരത്തി അങ്ങോട്ട് വെച്ച് കൊടുക്കാം. ഇനി ഞാൻ കുറച്ച് ചിക്കൻ ഫ്രൈ ചെയ്തെടുത്തതും കൂടെ ചേർക്കുന്നുണ്ട്. ചിക്കൻ ചെറിയ ചെറിയ പീസസ് ആക്കിയിട്ടേ ഉപ്പും മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയൊക്കെ നന്നായിട്ട് അങ്ങോട്ട് പുരട്ടിയിട്ട് അതങ്ങോട്ട് ഒന്ന് ഫ്രൈ ആക്കി എടുത്തതാണ്. ഇനി അതിലേക്ക് കുറച്ച് മൊസറല്ല ചീസും കൂടെ അങ്ങോട്ട് ഇട്ട് കൊടുക്കാം. ഈ മൊസറല്ല ചീസൊക്കെ തോനെ ചേർത്താലും നല്ലതാട്ടോ. നിങ്ങളുടെ ഇഷ്ടത്തിന് അങ്ങോട്ടൊക്കെ ചേർത്ത് കൊടുത്തോളൂ. ഇതുപോലെ എല്ലാം ഒന്ന് ചേർത്ത് അലങ്കരിച്ചിട്ട് നമുക്ക് ഇതിലേക്ക് കുറച്ച് ഒറിഗാനോ സീസണിങ് ആട്ടോ ചേർത്ത് കൊടുക്കുന്നത്. അതും കുറച്ച് എരിവിന് വേണ്ടിയിട്ട് കുറച്ച് മാത്രം ചില്ലി ഫ്ലെക്സും കൂടെ ചേർത്ത് ഒന്ന് നിരത്തി അങ്ങോട്ട് ഇട്ട് കൊടുക്കാം. ഈ ഒറിഗാനോ ഒക്കെ ഇല്ലെങ്കിൽ നിങ്ങൾക്ക് സ്കിപ്പ് ചെയ്യാട്ടോ. പക്ഷെ ഇതൊക്കെ ചേർക്കുമ്പോൾ നമ്മുടെ യഥാർത്ഥ ആ പിസ്സ കഴിക്കുന്ന ആ ഒരു ഫ്ലേവറിൽ അങ്ങോട്ട് കിട്ടും കേട്ടോ. ഇനി ഇതങ്ങോട്ട് അടച്ചു വെച്ചിട്ട് നമുക്ക് ഇതൊക്കെ ഒന്ന് മെൽറ്റായി വരുന്നവരെയും ഒന്നങ്ങ് വേവിച്ചെടുക്കാം. ഒരു 2-3 മിനിറ്റ് മതി കേട്ടോ. അപ്പോഴേക്കും നമ്മുടെ അടിപൊളി മണമൊക്കെ വന്നു തുടങ്ങും കേട്ടോ. നമ്മുടെ പിസ്സ ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. ഇനി എന്താണ്, ഇതങ്ങോട്ട് മറ്റൊരു പാത്രത്തിലോട്ട് അങ്ങോട്ട് വെച്ചിട്ടേ കട്ട് ചെയ്തിട്ട് അങ്ങോട്ട് കഴിയടോ. നല്ല അടിപൊളിയാണ്. അപ്പൊ നിങ്ങൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. എന്നിട്ട് അഭിപ്രായം കമന്റ് ബോക്സിൽ അറിയിക്കൂ.